ഹായ് നമസ്കാരം. നമ്മുടെ സംഗീതജ്ഞൻ പാട്ടുകാരൻ വേടൻ വളരെ വളരെ രസകരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ജാതി മേൽക്കോയ്മയുടെ വക്താക്കളെന്ന് പറയുന്ന ഇവിടുത്തെ തമ്പുരാന്മാർക്കെതിരായിട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, വേടൻ്റെ പ്രതികരണം നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ സ്റ്റാറിനെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചതിനെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറയുന്നത് തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു അബദ്ധം അതാണ് സുരേഷ് ഗോപി എന്നാണ് വേടൻ്റെ പ്രതികരണം. അപ്പോൾ അതുപോലെ തന്നെ ജാതി മേൽക്കോയ്മയുടെ ജയ് ശ്രീരാം വിളി അതിനെതിരായിട്ട് അദ്ദേഹം ഒരു കമൻസ് പാസ്സാക്കിയിട്ടുണ്ട്. ആളുകളെ കൊല്ലുന്നതിനല്ലേ അത് വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ പിന്നോക്കക്കാരെയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ, ദളിതന്മാരായിട്ടുള്ള ജനങ്ങളെ ജയ് ശ്രീരാമിൻ്റെ ആൾക്കാർ അവരുടെ ദണ്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത്, അടികൊണ്ടത് ദളിതരാണ് എന്നുള്ളതാണ്. അപ്പോൾ വേടൻ പറയുന്നത് ജാതി മേലാളന്മാരുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ളത് എന്നും എക്കാലവും ദളിതരായിട്ടുള്ള ജനങ്ങളാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ടവരോ അല്ല. ദളിതരായിട്ടുള്ള പിന്നോക്കക്കാരാണ്, ആദിവാസി ദളിതർ വിഭാഗത്തിൽപ്പെട്ട, ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ജനങ്ങളാണ് എപ്പോഴും മേലാളന്മാരുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ളത്. അപ്പം ജയ് ശ്രീരാം വിളിയുടെ ആദ്യത്തെ അടി കിട്ടിയത് ഇവിടുത്തെ ദളിതരായിട്ടുള്ള ജനങ്ങൾക്കാണ് എന്നുള്ളതാണ് വേടൻ്റെ നിരീക്ഷണം. അപ്പം ഇപ്പോൾ ഇതാ ഒരു വേടനും വേടൻ്റെ ടീമിന് സന്തോഷിക്കാൻ പറ്റുന്ന വലിയൊരു വാർത്ത വീണ്ടും വന്നിരിക്കുകയാണ്. അത് ഇവിടുത്തെ മേലാളന്മാരുടെ നെഞ്ചത്ത് വീണ്ടും ഒന്നുകൂടി ആഴത്തിലുള്ള മുറിവ്, സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മുറിവ് ഏൽപ്പിച്ചുകൊണ്ട് കണ്ണൂർ സർവകലാശാലയും, ഓൾറെഡി തന്നെ കാലിക്കട്ട് സർവകലാശാല വേടൻ്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴത്തെ കണ്ണൂർ സർവകലാശാലയും അപ്രകാരം തന്നെ വേടൻ്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തീരുമാനം വന്ന് പുറത്തിറക്കിയിരിക്കുന്നു. അപ്പം വേടൻ ഉയർത്തുന്ന മുദ്രാവാക്യം, വേടൻ ഉയർത്തുന്ന വെല്ലുവിളി, വേടൻ ഉയർത്തുന്ന ആയുധങ്ങൾ നേരെ ചെന്ന് കൊള്ളേണ്ടടുത്ത് തന്നെ സംഗീതം നെഞ്ചത്താണെന്നുള്ളതാണ്. ഇവിടുത്തെ മേലാളന്മാരുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഇവിടുത്തെ മേലാളന്മാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് സംഘം ചേർന്ന് നമ്മുടെ വേടനെതിരായിട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ, നിരവധിയായിട്ടുള്ള കംപ്ലൈൻറ്റ്, നിരവധിയായിട്ടുള്ള അലിഗേഷൻസ്, നിരവധിയായിട്ടുള്ള ഭീഷണി, അവസാനമായി വധഭീഷണി പോലും. പാലക്കാട് പോയാൽ മർദ്ദിക്കുമെന്ന് പോലും ഇവിടുത്തെ അണ്ണന്മാർ ഭീഷണിപ്പെടുത്തി അവസാനം ഞൊട്ടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും കാണാം.